കെ.എം. ഷാജിയെ കാസർഗോഡ് സ്ഥാനാർത്ഥിയാക്കരുതെന്നാവശ്യപ്പെട്ട് മണ്ഡലത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. വർഗീയവാദിയെ നല്ലവരായ ജനങ്ങൾ പരാജയപ്പെടുത്തണമെന്നും ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ടെന്നും പോസ്റ്ററിൽ. മുസ്ലിം ലീഗുകാർ എന്ന പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ഷഹദ് റഹ്മാനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഹദ്, ഗുഡ് മോർണിംഗ് ഷഹദ്. ഇത് മുസ്ലിം ലീഗുകാർ എന്ന പേരിലാണ് പോസ്റ്ററുകളെങ്കിലും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗുകാർ തന്നെയാണോ ഇറക്കിയത്? നമ്മൾക്കറിയാൻ കഴിയുന്ന വിവരം, ആദ്യം ജില്ലാ നേതൃത്വത്തിന് ഷാജിയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. അവർ പുറത്തുനിന്ന് സ്ഥാനാർത്ഥികൾ വേണ്ട, പകരം കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവർ സ്ഥാനാർത്ഥികളാകണം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് നേതൃത്വം അവരെ അനുനയിപ്പിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ പോസ്റ്റർ വന്നതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് ഷഹദ് റഹ്മാൻ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് കെ.എം. ഷാജി, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ.എം. ഷാജി കാസർകോട്ടേക്ക് വരുന്നത് ആദ്യഘട്ടത്തിൽ അവിടുത്തെ ലീഗ് നേതൃത്വത്തിന് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് സംസ്ഥാന നേതൃത്വം ഇടപെട്ട വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തുകയും പിന്നീട് ഒരു അനുനയത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ഈ പോസ്റ്ററുകൾ അതായത് ലീഗിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗമായിരിക്കും ഇത്തരത്തിൽ പോസ്റ്റർ പതിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലീഗുകാർ എന്ന് തന്നെയാണ് പോസ്റ്ററിൽ എഴുതുകയും ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, വർഗീയവാദിയെ വിജയിപ്പിക്കരുത് എന്ന കാര്യം പറയുന്നു. ഒപ്പം തന്നെ ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട എന്ന് പറയുന്നു. കെ.എം. ഷാജി വന്നു കഴിഞ്ഞാൽ കാസർഗോഡിന്റെ പതനമായിരിക്കും എന്നും ഈ പോസ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ചർച്ച അത് വേണ്ട വിധത്തിൽ അങ്ങനെ ഉപകാരപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അത് ഫലം കണ്ടിട്ടില്ല എന്നുകൂടി വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം ഇപ്പോഴും ചെറിയ രീതിയിലുള്ള പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഷാജിയെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് സ്ഥാനാർത്ഥിത്വമാണെങ്കിൽ പോലും, അതായത് ഇനി സ്ഥാനാർത്ഥിയായിട്ട് ഷാജി അവിടെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ പോലും അവിടെ കയറി വരിക എന്ന് പറയുന്നത് വലിയ ബാലികേല മലയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്ര കണ്ട് പണിയെടുക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ പോസ്റ്ററുകളിൽ നിന്നും അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുന്ന ഘട്ടത്തിലുമൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പ്രാദേശിക അടിസ്ഥാനത്തിൽ ഇപ്പോഴും കാസർഗോഡ് ഷാജിക്കെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. എന്തായാലും അന്തിമ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. കെ.എം. ഷാജി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഏകദേശ സൂചനകൾ പുറത്തു വരുന്നത്. അന്തിമ സ്ഥാനാർത്ഥിയാവുകയാണ് കെ.എം. ഷാജി എങ്കിൽ ഏത് തരത്തിലായിരിക്കും അവിടുത്തെ അണികൾ ഇതിനെ സ്വീകരിക്കുക എന്നത് നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും പോസ്റ്ററുകൾ ഇപ്പോൾ കാസർഗോഡ് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതിൽ ഈ ലീഗിനെ രക്ഷിക്കണം, ഒപ്പം തന്നെ ഈ കെ.എം. ഷാജിയെ തോൽപ്പിക്കണം എന്ന ഒരു കാര്യം കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു ഷഹദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാസർഗോഡ് കെ.എം. ഷാജി നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും കേട്ടോ. പക്ഷേ ആ മണ്ഡലം അറിയാവുന്നതുപോലെ UDF-ന് അനുകൂലമായിട്ടുള്ളൊരു മണ്ഡലമാണ്, നെല്ലിക്കുന്നിൻ്റെ മണ്ഡലമാണ്. അവിടെയാണ് കെ.എം. ഷാജി വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിച്ചത്. പോസ്റ്ററുകളൊക്കെ വരുമ്പോൾ പോസ്റ്ററുകൾ സ്വന്തം പാളയത്തിൽ നിന്നും വരും, സ്വന്തം പാളയത്തിൽ എന്ന മട്ടിൽ മറുപാളയത്തിൽ നിന്നും പോസ്റ്ററുകൾ വരും.